വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ കീർത്തന. നമ്മളപ്പോൾ ജൂൺ 18-ാം തീയതിത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ മൊത്തത്തിൽ ആൻസർ കീ ഒക്കെ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. അപ്പൊ അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസിയിൽ വരാത്തത് ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ് അല്ലെ. കാരണം എന്താണ്, നമ്മുടെ ഇക്കോണമി എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുകയാണ് അല്ലെ. മണി സപ്ലൈ ആണെങ്കിലും പ്രൈസ് ആണെങ്കിലും ഔട്ട്പുട്ട് ആണെങ്കിലും എംപ്ലോയ്മെന്റ് ആണെങ്കിലും കൂട്ടാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി നമ്മൾ യൂസ് ചെയ്യാറ് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം ഓപ്ഷൻ വായിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്യും? നമ്മുടെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂടുതലാക്കും അല്ലെ. അപ്പോഴാണല്ലോ ഒരു എക്കോണമി ഒന്ന് ബൂസ്റ്റ് ആവുക. പക്ഷെ ടാക്സ് നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കും. അപ്പോഴാണല്ലോ ജനങ്ങൾക്ക് ഒരു സപ്പോർട്ട് കിട്ടുക അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ വെക്കാം. ഇനി ഓപ്ഷൻസ് വായിക്കുമ്പോൾ ഇൻക്രീസ് ഇൻ അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് ആൻഡ് സ്റ്റേറ്റ് പെൻഷൻസ്. അപ്പൊ അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റും സ്റ്റേറ്റ് പെൻഷനുകളും പറയുമ്പോൾ എന്താണ്? ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ ആണ് അല്ലെ. അത് കൂട്ടും എന്ന് പറയുമ്പോൾ കറക്റ്റ് അല്ലേ? അത് എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി തന്നെയല്ലേ. അപ്പൊ ഇത് ഉള്ളതാണ്, ഇത് ആക്ച്വലി ഉള്ളതാണ്. പക്ഷെ ചോദ്യത്തിൽ എന്താണ്? നോട്ട് ട്രൂ ആണ് ചോദ്യം. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ അല്ല. ഇനി ഓപ്ഷൻ ബി നോക്കുമ്പോൾ ഇൻക്രീസ് ഓഫ് പ്രോപ്പർട്ടി ടാക്സസ് ടു ചെക്ക് എസ്കലേറ്റിംഗ് ഹൗസ് പ്രൈസസ്. ഈ എസ്കലേറ്റിംഗ് ഹൗസ് പ്രൈസസ് എന്നൊക്കെ നമ്മളെ കൺഫ്യൂസ് ആക്കാൻ ഇട്ടിരിക്കുക കേട്ടോ. നമുക്ക് ഒരു കാര്യം മാത്രം നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആൻസർ കിട്ടും. എന്താ? ടാക്സ് ഇൻക്രീസ് ചെയ്യുകയാണ്. ടാക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എപ്പോഴാ? കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി വരുമ്പോഴാണ് അല്ലെ. കാരണം നമ്മുടെ ഇക്കോണമിയെ നമ്മളൊന്ന് ചുരുക്കിയെടുക്കാൻ നോക്കുമ്പോഴാണ്, കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി ചെയ്യുമ്പോഴാണ് ടാക്സ് കൂട്ടുക. പക്ഷെ എക്സ്പാൻഷനറിയിൽ ടാക്സ് കുറയ്ക്കുകയല്ലേ. അപ്പോ ഇതല്ല. അപ്പൊ നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. പക്ഷെ നമുക്ക് എന്തായാലും ഇനി ബാക്കി ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഗവൺമെന്റ് സപ്പോർട്ട് ഫോർ ബെസ്റ്റ് സ്റ്റാർട്ടപ്പ്. അപ്പൊ സബ്സിഡി കൊടുക്കുകയാണ് നല്ല സ്റ്റാർട്ടപ്പുകൾക്ക്. ഇത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂടുതലാണ് അല്ലെ. അപ്പൊ അതും എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസിയാണ്. അതേപോലെ ഇൻക്രീസിംഗ് ഓഫ് പബ്ലിക് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ, അതും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്താണ്? കൂടുകയാണ് അല്ലെ. അപ്പൊ ഇത് വളരെ ഈസി ആയിരുന്നു. ഓപ്ഷൻ ബിയിൽ ടാക്സ് കൂടുകയാണ്. അത് തെറ്റാണ്. എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസിയിൽ ടാക്സ് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. സോ ഇവിടെ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഇനി നമുക്ക് വീണ്ടും എന്ത് കിട്ടി? ഒരു മാത്സ് ഫോളോയിങ് കിട്ടിയില്ലേ. പക്ഷെ ഇവിടെയും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവരൊരു ട്രാപ്പ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. എലിനോർ ഓസ്ട്രോം എന്നും തന്നിട്ടുണ്ട്. സെക്കൻഡ് കോളത്തിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്താ? ട്രാജഡി ഓഫ് കോമൺസ്. നമ്മൾ എന്ത് ചെയ്യും? കണ്ണും പൂട്ടി ഓപ്ഷൻ 1 ഇതാണ് എന്ന് കൊടുക്കും. അങ്ങനെ ചെയ്താൽ തെറ്റിപ്പോയി. നമ്മുടെ അവിടെ എന്ത് പോയി? 2 മാർക്ക് അങ്ങനെ വെറുതെ പോയി കിട്ടി. കാരണം എന്താണ്? നമ്മുടെ എലിനോർ ഓസ്ട്രോം എന്ന് പറയുന്നത് ട്രാജഡി ഓഫ് കോമൺസ് എന്നുള്ള പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കൊണ്ടുവന്ന ആളാണ്. ഓക്കെ, ഇവിടെ ഗാരറ്റ് ഹാർഡിൻ എന്നുള്ള ഓപ്ഷൻ ഇല്ല വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? എലിനോർ ഓസ്ട്രോമിനെ ട്രാജഡി ഓഫ് കോമൺസിൽ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഗാരറ്റ് ഹാർഡിൻ ഉണ്ട്. ആരാ ഗാരറ്റ് ഹാർഡിൻ? നമ്മുടെ ട്രാജഡി ഓഫ് കോമൺസ് എന്നുള്ള പ്രോബ്ലത്തിനെ ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ആ ടേം കൊണ്ടുവന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത ആളാണ് ഗാരറ്റ് ഹാർഡിൻ. അപ്പൊ ഈ കോൺസെപ്റ്റിന് എലിനോർ ഓസ്ട്രോമിനെക്കാട്ടിലും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഗാരറ്റ് ഹാർഡിൻ അല്ലേ. സോ ഓപ്ഷൻ സി ഈസ് ദ ഫസ്റ്റ് വൺ. അപ്പൊ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇവിടെ ഗാരറ്റ് ഹാർഡിൻ എന്നുള്ളതാണ് ശരിക്കുള്ള പേര്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗാരറ്റ് ഫ്ലാഡിൻ എന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിട്ട് നമുക്ക് കാണാം. ഗാരറ്റ് ഫ്ലാഡിൻ എന്നുള്ള ഒരാൾ ഇല്ല. ഗാരറ്റ് ഹാർഡിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എന്താ ചെയ്തിട്ടുള്ളത്? ട്രാജഡി ഓഫ് കോമൺസ് എന്നുള്ളൊരു കോൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്തത്. എന്താണ് ട്രാജഡി ഓഫ് കോമൺസ്? വളരെ ഈസിയാണ് അല്ലെ. കാരണം പബ്ലിക് ഗുഡ്, ഒരു ഫ്രീ ആയിട്ട് ആർക്കും പൈസ കൊടുക്കാതെ യൂസ് ചെയ്യുന്ന ഗുഡ് വളരെയധികം യൂട്ടിലൈസ് ചെയ്ത് ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് എത്തി അത് നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാജഡി ഓഫ് കോമൺസ് പറയുന്നത്. ഇത് 1972 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു കോൺസെപ്റ്റിനെ ഗാരറ്റ് ഹാർഡിൻ കൊണ്ടുവന്നതും എക്സ്പ്ലെയിൻ ചെയ്തതും. നമ്മുടെ ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആണ് ആര് കൊണ്ടുവന്നത്? എലിനോർ ഓസ്ട്രോം. ഇത് 2009 കൊണ്ടുവന്നത് കേട്ടോ. കാരണം എന്താ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇക്കണോമിക്സിൽ ആദ്യമായിട്ട് നോബൽ പ്രൈസ് നേടിയ വനിതയാണ് എലിനോർ ഓസ്ട്രോം. അതും ഈ ഒരു കാര്യത്തിനാണ് മാമിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ എലിനോർ ഓസ്ട്രോം കൊണ്ടുവന്ന പേപ്പറിന്റെ പേരാണ് അനാലിസിസ് ഓഫ് എക്കണോമിക് ഗവേണൻസ് എസ്പെഷ്യലി ദ കോമൺസ്. ഈ ഒരു പ്രോബ്ലത്തിന് ഒരു 8 പിൻ പോയിന്റഡ് സൊല്യൂഷൻ നമ്മുടെ എലിനോർ ഓസ്ട്രോം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ 8 നിങ്ങൾ കാണാപ്പാടം തറവായിട്ട് പഠിക്കണം കേട്ടോ. കാരണം ഇത് ഓൾറെഡി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. താഴെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ഏതാണ് എലിനോർ ഓസ്ട്രോം പറഞ്ഞ സൊല്യൂഷൻ അല്ലാത്തതെന്ന് ചോദിച്ചു വയ്ക്കും. അപ്പൊ നമുക്ക് 8 കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ഇത് അറിയാൻ പറ്റുള്ളൂ. ഈസിയാണ് കേട്ടോ. ഒന്ന് അർത്ഥം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എലിനോർ ഓസ്ട്രോമിന്റെ പേപ്പറിന്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നോക്കുമ്പോൾ ജോഹൻ റോക്സ്ട്രോം. എന്തായാലും നമ്മൾ ഇത് കേട്ടിട്ടുണ്ടാവില്ല കേട്ടോ ഈ പേര്. അപ്പൊ
നമുക്ക് പോട്ടെ, സാരില്ല, മാച്ച് ദ ഫോളോയിങ് അല്ലേ. ഇത് അറിയില്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അടുത്തത് എന്താ? വില്യം നോർദോസ്. നോർദോസ് നമുക്കറിയാം അല്ലെ. നോർദോസ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ട് മാക്രോ എക്കണോമിക്സിൽ സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ ബിസിനസ് സൈക്കിൾ, പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ തിയറിയെ പറ്റിയിട്ടും നോർദോസ് സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ ഉള്ളത്? ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നോർദോസിനെ ക്ലൈമറ്റ് ചേഞ്ചിൽ മാച്ച് ചെയ്യാം. ബാക്കിയുള്ളത് എന്താ? ബൗണ്ടറീസ് ഓഫ് എർത്ത്സ് ലൈഫ് സപ്പോർട്ട്. അതിനെ നമുക്ക് ജോഹൻ റോക്ക്സ്ട്രോമായിട്ട് മാച്ച് ചെയ്യാം. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പൊ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ഈസി ആയിട്ട് സോൾവ് ആയില്ലേ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? NTA ഒരുക്കിയിട്ടുള്ള ട്രാപ്പ് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യണം. ആ ട്രാപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? പെടാതിരിക്കണം. നമ്മൾ എല്ലാ ഓപ്ഷൻസും കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റിയോടെ വായിച്ചു പോകണം കേട്ടോ. ഇനിയും വീണ്ടും നമുക്കൊരു ക്രോണോളജി ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. അറേഞ്ച് ദ ഫോളോയിങ് എൻവയോൺമെന്റൽ മീറ്റ് അക്കോർഡിംഗ് ടു ദെയർ ഇയേഴ്സ് ഓഫ് ഒക്കറൻസസ്. എൻവയോൺമെന്റൽ മീറ്റുകളാണ് ഇത്. ആക്ച്വലി കുറച്ചും കൂടെ പേപ്പർ 1 ചേർന്ന് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. എന്നാൽ പോലും നമുക്ക് പഠിക്കാനുള്ളതാണല്ലോ. നമുക്ക് നോക്കാം. പാരീസ് അഗ്രിമെന്റ് ഈസിയാണ് അല്ലെ. നമുക്കറിയാം 2015 വന്ന അഗ്രിമെന്റ് ആണ് COP21. അതേപോലെ സ്റ്റോക്ക്ഹോം 50 എന്തായാലും അറിഞ്ഞിരിക്കണം. കാരണം എന്താ? ഇത് റീസെന്റ് ആണ്. 2022 വന്നിട്ടുള്ളതാണ് സ്റ്റോക്ക്ഹോം സ്റ്റോക്ക്ഹോം പ്ലസ് 50. എർത്ത് സമ്മിറ്റും നമുക്ക് ഏറെക്കുറെ അറിയുമായിരിക്കും. കാരണം എന്താണ്? ഇത് 1992 നമ്മുടെ LPG റിഫോംസിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു ഇയർ ആയതുകൊണ്ട് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ബാക്കി 2 നമുക്ക് അറിയാത്തത്. ഇത്രയും 3 അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ക്രോണോളജിയിൽ ഇരുത്തി പഠിച്ച് മനസ്സിലാക്കിക്കൂടെ, ഓപ്ഷൻ കറക്റ്റ് ആക്കിക്കൂടെ ആക്കാം അല്ലെ. പക്ഷെ നമുക്ക് ഇനി അത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അറിയാത്തതും കൂടെ പഠിച്ചിട്ട് പോകണം. അപ്പൊ നമുക്ക് നോക്കാം. UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ് ഇൻ സ്റ്റോക്ക്ഹോം. നമ്മുടെ സ്റ്റോക്ക്ഹോമിൽ വേറൊരു കോൺഫറൻസ് നടന്നിട്ടുണ്ട്. അതിന്റെ പേര് UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ് എന്നാണ്. അപ്പൊ ഇത് നടന്നത് എപ്പോഴാണ്? 1972 കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊന്നും അറിഞ്ഞിരിക്കാൻ സാധ്യത അധികം ഇല്ലാത്തൊരു കോൺസെപ്റ്റ് ആണ്. പിന്നെ റിയോ +20 2012 നടന്നിട്ടുള്ളത്. കുറച്ച് ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അറിയുമായിരിക്കാം. പക്ഷെ എന്നാൽ പോലും ജനറലി ഇത് അധികം ആർക്കും അറിയുന്നൊരു ടോപ്പിക് അല്ല. പക്ഷെ എന്നാൽ പോലും ബാക്കിയുള്ളത് വെച്ചിട്ട് നമുക്ക് ക്രോണോളജിയിൽ ഇരുത്താൻ പറ്റുമല്ലോ. പറ്റും അല്ലേ. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ കേട്ടോ. അപ്പൊ ഇതിൽ ഏറ്റവും ആദ്യം ഏതാ വന്നിട്ടുള്ളത്? 1972 ഓപ്ഷൻ D, then 1992 ഓപ്ഷൻ C, then 2012 ഓപ്ഷൻ E, then 2015 ഓപ്ഷൻ A, then 2022 ഓപ്ഷൻ B. അപ്പൊ DCEAB എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. വേറൊരു വീഡിയോയിൽ നമ്മൾ യൂട്യൂബിൽ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താ? എക്സാക്ട് നമ്മുടെ റിവിഷൻ നോട്ട്സിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ആക്ച്വലി അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യണം. ഓരോ മിനിസ്ട്രികൾക്കും എത്ര ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ആ ഓർഡർ, എത്ര ഫണ്ട് എന്നുള്ള നമ്പർ നമ്മൾ പഠിക്കണ്ട. പക്ഷെ ഏത് മിനിസ്ട്രിക്കാണ് കൂടുതൽ എന്നുള്ള ഒരു 10 എണ്ണത്തിന്റെ റാങ്ക് നമുക്ക് പഠിക്കണം. ആ 10 എണ്ണത്തിന്റെ റാങ്ക് ഞാൻ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ബാച്ചിൽ. ആ നോട്ടിന്റെ ഒരു സ്ക്രീൻഷോട്ട് ആണ് കേട്ടോ ഇത്. ഇത് നമ്മൾ ആക്ച്വലി 2023 പഠിക്കണം, 2024 പഠിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഏതാ? 2023-24 എന്നുള്ള കഴിഞ്ഞ വർഷത്തെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. കാരണം ചേഞ്ചുകൾ എപ്പോഴും സംഭവിക്കുന്നുണ്ട്. ഒന്ന് അങ്ങോട്ടും ഒന്നിങ്ങോട്ടും ആയി കഴിഞ്ഞാൽ മൊത്തം ആൻസർ നമ്മുടെ തെറ്റും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഏതാണ് ആൻസർ നമുക്ക് നോക്കാം കേട്ടോ. ഓപ്ഷൻസിൽ ഏതൊക്കെ ഉണ്ട്? റോഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്, റെയിൽവേസ് ഉണ്ട്, ഹോം അഫയേഴ്സ് ഉണ്ട്, റൂറൽ ഡെവലപ്മെന്റ് ഉണ്ട്, കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസർ ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്തു. ഇനി നമുക്ക് നോക്കുമ്പോൾ റോഡ് ട്രാൻസ്പോർട്ടാണ് ആദ്യം വരുന്നത്, ദെൻ റെയിൽവേസ്, ദെൻ കൺസ്യൂമർ അഫയേഴ്സ് ഉണ്ട്, പക്ഷെ അത് ഓപ്ഷനിലില്ല. ഹോം അഫയേഴ്സ് ഉണ്ട്, റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ഓർഡർ ഈസി അല്ലേ? ഏറ്റവും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഓർഡർ ആണല്ലേ ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. റോഡ്, റെയിൽവേസ്, ഹോം, റൂറൽ ആൻഡ് കെമിക്കൽസ്. അപ്പൊ നമുക്ക് എന്താ? റോഡ്, റെയിൽവേസ്, ഹോം, റൂറൽ ആൻഡ് കെമിക്കൽ 1 2 3 4 5 എന്നുള്ള കറക്റ്റ് എക്സാക്ട് ഓർഡർ ആണ് കൊടുത്തിട്ടുള്ളത് ഓപ്ഷനിൽ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതേപോലെ റുപ്പി കംസ് ഫ്രം, റുപ്പി ഗോസ് ടു, ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. ബഡ്ജറ്റിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നമ്മുടെ എന്താണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഡിസംബറിന്റെ എക്സാമിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു ലോങ് ബാച്ച് ലോഞ്ച് ചെയ്യാണ് അല്ലേ. അപ്പൊ ഈ ബാച്ചിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടോപ്പിക്കും നല്ല സീരിയസ്നെസ്സോടുകൂടെ ഡെപ്തോടുകൂടെ കൈകാര്യം ചെയ്യുന്ന ഒരു ബാച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഡൗട്ട് സോൾവിങ് ചെയ്യാൻ പറ്റും. അതേപോലെ നല്ല മെന്റർഷിപ്പ് ഉണ്ട്, ലൈവ് ക്ലാസ്സുകൾ ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ട്, PDF നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് കണ്ടന്റ് പാക്ക് ചെയ്തിട്ടുള്ള ഒരു ബാച്ചാണ് കേട്ടോ. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ
നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഒരു സ്റ്റഡി ഗ്രൂപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക, കാരണം ഫ്രീ ആയിട്ട് ഒരു ഗ്രൂപ്പാണ്. ഇതിൽ നിങ്ങൾക്ക് എക്സാമിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും അവൈലബിൾ ആയിരിക്കും. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെ ഒരു സപ്പോർട്ട്, നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴി കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ബാക്കി വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഒരുപാട് കണ്ടന്റ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.